31 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ, പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ നന്നായിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എൻട്രി ജസ്റ്റ് പൊട്ടിക്കുക സെൽ അടിച്ചിട്ട് പോയത് എത്ര പോയിൻ്റ് അറിയോ? 1:15. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ലൈവ് ട്രേഡ്സിൻ്റെ. ഇന്ന് നമുക്ക് എന്താണ് ഓവറോൾ വലിയ പ്രോഫിറ്റ് വരേണ്ട ദിവസമായിരുന്നു. പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ചെറിയൊരു പ്രോഫിറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ഒരു ട്രേഡാണെങ്കിൽ നമുക്ക് പ്രോപ്പർ SL അടിച്ചും ചെയ്തു. ഇനി നെക്സ്റ്റ് ഡേയിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് 23,537. ഇത് എന്തുകൊണ്ട് ഒരു IDX ഒന്നും അല്ലെങ്കിലും കൂടെ ഒരു ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിലും കൂടെ ഒരു വലിയൊരു സിംഗ് ലോ ആണ്, ഡേ ലോ ഒക്കെയാണ് കുറച്ച് ദിവസങ്ങളുടെ മുമ്പുള്ള. അതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് തന്നെ ഓവറോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകം ഇന്ന് ലാസ്റ്റ് ടൈമിൽ മാർക്കറ്റിൻ്റെ അവസാന സമയത്ത് വലിയൊരു ലിക്വിഡിറ്റിയാണ് ഏരിയയാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ ഒന്നും നോക്കാതെ നാളെ മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകുമെന്നും അറിയില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ലോ ജസ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോകുമെന്നും അറിയില്ല. ഏതായാലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ്. ഇനി നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ നാളെ മെയിനായിട്ടുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോഴേ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് 23,537 താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക്, അല്ലെങ്കിൽ 23,709 മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്ക്. ഇതാണ് ഇപ്പോൾ നാളത്തെ ദിവസം. പിന്നെ 23,915 ഇത് ഒരുപാട് മുകളിലാണ്, അറിയില്ല. 23,709 മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്ക് 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും, 23,537 താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്കുമായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെ തന്നെ അപ്സൈഡിൽ നമുക്ക് സ്ട്രൈറ്റ് ഫാളാണ് 15 മിനിറ്റിലൊക്കെ തന്നത്. ഒരു ലിക്വിഡിറ്റി ഏരിയയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നോക്കുന്ന പോലെ തന്നെ സെയിം ഡെയിലി ഒരു ക്യാൻഡിലൊക്കെ ഒരു വലിയൊരു സിംഗ് ലോ ആണ് 50,609. ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യും. ഇനി മാർക്കറ്റ് ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഇറങ്ങിയെന്ന് കരുതുക. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്സൈഡിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും 51,91 മുകളിൽ. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നോക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയ ഉണ്ടാവും ഇവിടെ എന്നുള്ളതാണ്. അപ്പം 50,609 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രമാണ് ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കവിടെ ഒരു ഏരിയ ഇല്ല. ഇപ്പോൾ സ്ട്രൈറ്റ് അപ്സൈഡ് ഏറ്റവും ടോപ്പിലുള്ളതായിരിക്കും ലിക്വിഡിറ്റി. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴേക്ക് താഴേക്ക് നോക്കാം. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയിലുള്ള പോലെ തന്നെ കേസാണ്. നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു റിയാക്ഷനൊന്നും തന്നിട്ടില്ല. പിന്നെ അവിടെ തിരിഞ്ഞ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയി. പക്ഷേ വലിയൊരു ടാർഗറ്റ് തരുകയെ അവിടുന്ന് ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. പക്ഷേ അത് ടാർഗറ്റ് അടിച്ചിട്ടില്ല. ചെറിയൊരു മുകളിലേക്ക് മൊമെൻറ്റം കാണിച്ചു. അതെല്ലാം 3,000 പ്രോഫിറ്റ് കാണിച്ചത്. 3,000 സംതിങ്. അതിലും കൂടുതൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ ഞാൻ അതിൽ ട്രെയിൽ ചെയ്ത് 3,000 ഇറങ്ങിയതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൊമെൻറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നാളെ ഇൻ കേസ് ഇതിൻ്റെ ലോ എടുത്ത് മുകളിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇതെടുത്ത് മുകളിലേക്ക് പോകുമോ എന്നറിയില്ല. ഏതായാലും പ്ലാനിങ് ഇപ്പോൾ അത്രയേ ഉള്ളൂ. 50,609 താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് നോക്കുക. ഇനിയിപ്പം 50 അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ലോൻ്റെ താഴേക്ക് മാർക്കറ്റ് ഈ 50,718 താഴേക്ക് വരികയാണെങ്കിൽ ഈ അപ്സൈഡ് ഏരിയയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 51,91 റേഞ്ചിൽ മാർക്ക് ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാം, ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കാം. അതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ പ്ലാൻ. താങ്ക് യു, ബൈ.